ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റുഡി ടേൺസ്റ്റോൺ അഥവാ കല്ലുരുട്ടിക്കാട. അരനേറിയ ഇന്റർപ്രസ് എന്നതാണ് ശാസ്ത്രനാമം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിറിറ്റസ് സയൻറ്റിസ്റ്റ്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റുഡി ടേൺസ്റ്റോൺ അഥവാ കല്ലുരുട്ടിക്കാട. അരനേറിയ ഇന്റർപ്രസ് എന്നതാണ് ശാസ്ത്രനാമം. കല്ലുരുട്ടിക്കാട ഒരു ദീർഘദൂര ദേശാടന പക്ഷിയാണ്. ആർട്ടിക് മേഖലയിൽ ഗ്രീൻലാൻഡ്, വടക്കേ അമേരിക്കയുടെ വടക്കൻ ഭാഗങ്ങളിലും യൂറേഷ്യയിലും മറ്റും പ്രജനനം നടത്തുന്ന കല്ലുരുട്ടിക്കാടകൾ അവിടെ ശൈത്യകാലം അടുക്കുമ്പോൾ ഒന്നടങ്കം തെക്കോട്ടേക്ക് പറന്ന് ലോകമെമ്പാടുമുള്ള കടൽ തീരങ്ങളിലേക്ക് വിരുന്നെത്തുന്നു. പ്രജനന മേഖലയിലെ മൊത്തം പക്ഷികളിൽ പടിഞ്ഞാറൻ അലാസ്കയിലും കിഴക്കൻ സൈബീരിയയിലും പ്രജനനം നടത്തുന്നവ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആസ്ട്രേലിയയിലേക്കും വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്കും ദേശാടനം നടത്തുന്നു. വടക്ക് കിഴക്കൻ കാനഡയിലും ഗ്രീൻലാൻഡിലുമുള്ളവ ഒന്നടങ്കം പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് പറക്കുന്നു. ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ, പടിഞ്ഞാറൻ റഷ്യ എന്നിവിടങ്ങളിലുള്ളവ ബാൾട്ടിക് തീരങ്ങളിലേക്കും മധ്യ സൈബേരിയയിൽ പ്രജനനം നടത്തുന്നവ കസാക്കിസ്ഥാൻ, കരിങ്കടൽ, ചെങ്കടൽ, പേർഷ്യൻ ഗൾഫ് എന്നിവ താണ്ടി ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലും എത്തുന്നു. പക്ഷിയുടെ 2 ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ അരനേറിയ ഇന്റർപ്രസ് എന്ന ഉപജാതിയാണ് കേരളത്തിലെത്തുന്നത്. കടൽത്തീരങ്ങളും ചെളിത്തട്ടുകളും മണൽത്തട്ടുകളും അഴിമുഖങ്ങളും കടൽപ്പായലുകൾ അടിഞ്ഞുകൂടുന്നതും വളരുന്നതുമായ കടൽത്തീരത്തുള്ള പാറക്കെട്ടുകളും മറ്റുമാണ് പക്ഷിയുടെ ആവാസ കേന്ദ്രങ്ങൾ. കേരളത്തിൽ കല്ലുരുട്ടിക്കാടകളെ കടൽത്തീരങ്ങളിലും കടൽപ്പായലുകൾ വളരുന്ന പാറക്കെട്ടുകളുള്ള തീരങ്ങളിലും അഴിമുഖങ്ങളിലും മത്സ്യബന്ധനം നടത്തുന്ന കടലോരങ്ങളിലും കക്കകളും കല്ലുമക്കായും ധാരാളമുള്ള കടൽക്കരയിലെ പാറക്കെട്ടുള്ള ഇടങ്ങളിലും കാണാവുന്നതാണ്. നീർപക്ഷികളുടെ കൂട്ടത്തിൽ ദൃഢഗാത്രനായ കുറിയ പക്ഷിക്ക് 21 മുതൽ 26 സെന്റിമീറ്റർ വരെ നീളവും 50 മുതൽ 59 സെന്റിമീറ്റർ ചിറകളവും 84 മുതൽ 109 ഗ്രാം വരെ തൂക്കവും കാണും. തടിച്ചുരുണ്ട് കുറിയ പക്ഷിക്ക് നല്ല ബലമുള്ള മുകളിലേക്ക് അല്പം വളഞ്ഞ ആപ്പ് പോലുള്ള കറുത്ത കൊക്കാണുള്ളത്. പക്ഷിയുടെ ദേഹം മുഴുവനും കറുപ്പും വെളുപ്പും തൂവലുകൾ ഇടകലർന്ന് ഒരു പ്രത്യേക പാറ്റേണിലാണുള്ളത്. പ്രജനന വേഷത്തിലുള്ള പക്ഷിക്ക് ചെമ്പിച്ച തവിട്ട നിറത്തിലുള്ള പുറംഭാഗവും കറുത്ത പുള്ളികളും ഉണ്ടായിരിക്കും. പക്ഷിയുടെ തല വെള്ളയും മൂർധാവിൽ കറുപ്പ് വരകളും മുഖത്ത് കറുത്ത പാടുകളും കാണാം. മാറിടം കറുപ്പും പാർശ്വഭാഗം വാലറ്റം വരെ അടിഭാഗവും തൂവെള്ള നിറമാണ്. പക്ഷി പറക്കുമ്പോൾ ചിറകറ്റത്ത് വെള്ള പുള്ളി തെളിഞ്ഞു കാണാം. വാലിലെ മേൽത്തൂവലുകളിൽ ഇരുണ്ട പട്ടയും കാണാം. പെൺപക്ഷിയും ആൺപക്ഷിയേക്കാൾ മങ്ങിയ നിറമായിരിക്കും. പെൺപക്ഷിയുടെ തല തവിട്ടിച്ചായുള്ളതും കൂടുതൽ വരകളുള്ളതുമായിരിക്കും. പ്രജനനം നടത്താത്ത പക്ഷിയുടെ പുറംഭാഗം ചാരനിറം കലർന്ന തവിട്ട് നിറവും അതിൽ കറുത്ത പുള്ളികളും തല കടും തവിട്ട് നിറവുമായിരിക്കും. പ്രായമെത്താത്ത പക്ഷികൾക്ക് മങ്ങിയ തവിട്ട് നിറമുള്ള തലയും പുറംഭാഗത്തുള്ള തൂവലുകളിലെ അരിക് മങ്ങിയതുമായിരിക്കും. കല്ലുരുട്ടിക്കാട ഒരു പ്രത്യേക ചിലക്കൽ ശബ്ദവും പ്രജനനകാലത്ത് അവയുടെ തുടർച്ചയായ കലപില ശബ്ദവും കേൾക്കാറുണ്ട്. പക്ഷിയുടെ ആഹാരം പ്രധാനമായും കടലോരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ചത്തതും ചീഞ്ഞളിഞ്ഞതുമായ മത്സ്യവും ചെറിയ കടൽ ജീവികളും കടൽ പുഴുക്കളും ഞണ്ടുകളും വിരകളും കക്കകളും കടൽപ്പായലുകളിലുള്ള ചെറിയ ജീവികളുമൊക്കെയാണ്. കല്ലുകൾക്കിടയിലും മറ്റും ഒളിച്ചിരിക്കുന്ന ചെറുജീവികളെ ബലമുള്ള കൊക്ക് കൊണ്ട് തള്ളി മാറ്റി ഭക്ഷണമാക്കാറുണ്ട്. അതിനാലായിരിക്കണം പക്ഷിക്ക് കല്ലുരുട്ടിക്കാട എന്ന് പേര് കിട്ടിയത്. സാധാരണ ചെറുകൂട്ടങ്ങളായാണ് ഇര തേടാറുള്ളത്. കല്ലുകളിലും മറ്റുമുള്ള കടൽപ്പായലുകളെ കൊത്തിയും മറിച്ചും അവയിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറുജീവികളെ ഭക്ഷിക്കാറുമുണ്ട്. തീരങ്ങളിലെ ചെളിയിൽ കൊക്കമർത്തി ചെറിയ കുഴികളുണ്ടാക്കി അതിൽ നിന്നും പുറത്തു വരുന്ന പുഴുക്കളെയും വിരകളെയും മറ്റും പിടിക്കാറുമുണ്ട്. കൊക്കുകൊണ്ട് കക്കയും കല്ലുമക്കായും മറ്റും പൊളിച്ചു തിന്നാറുമുണ്ട്. ഇരതേടുന്ന ഇടങ്ങളിൽ കല്ലുരുട്ടിക്കാടകൾ മറ്റ് നീർപക്ഷികളോടൊപ്പം തൻ്റെ കൂട്ടത്തിലുള്ള പ്രായം കുറഞ്ഞ പക്ഷികളോടും ആധിപത്യ സ്വഭാവം കാട്ടാറുണ്ട്. വിരുന്നു വരുന്ന കല്ലുരുട്ടിക്കാടകൾ മെയ് മാസത്തോടെ തിരിച്ചു പോകാൻ തുടങ്ങും. വളരെ കൃത്യതയോടെ അവ പ്രജനനം നടത്തുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. സാധാരണ ഒരു ഇണയോടൊത്താണ് കഴിയുക. നിലത്ത് മാന്തിയുണ്ടാക്കുന്ന 11 സെന്റിമീറ്റർ വിസ്താരവും 3 സെന്റിമീറ്റർ ആഴവുമുള്ള കൂടാണ് ഒരുക്കുന്നത്. അതിൽ ഇലകളും പുൽത്തണ്ടുകളും ഇടും. പുലുകൾക്കിടയിലോ പായലുകൾക്കിടയിലോ പാറകൾക്കടിയിലോ ആയിരിക്കും കൂട് വെക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. ധാരാളം പക്ഷികൾ കൂട്ടമായി ഒരു പ്രദേശത്ത് കൂടുവെക്കും. കൂട്ടിൽ 2 മുതൽ 4 വരെ മുട്ടകളിടും. മുട്ടകൾക്ക് 41 മില്ലിമീറ്റർ നീളവും 29 മില്ലിമീറ്റർ വണ്ണവും ഉണ്ടാകും. മുട്ടകൾക്ക് മങ്ങിയ പച്ചകലർന്ന തവിട്ട് നിറമായിരിക്കും. പെൺപക്ഷി 22 മുതൽ 24 ദിവസത്തോളം അടയിരിക്കും. അവസാന ദിവസങ്ങളിൽ ആൺപക്ഷി സഹായിക്കും.
മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ ഉടൻ തന്നെ കൂടുവിട്ടിറങ്ങും. കുഞ്ഞുങ്ങൾക്ക് മങ്ങിയ മഞ്ഞ നിറവും അതിൽ ചാരനിറത്തിലുള്ള പുള്ളികളും ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങൾ തനിയെ ഇരതേടുമെങ്കിലും മുതിർന്ന പക്ഷികൾ അവയെ ഇരതേടാൻ സഹായിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യും. 19 മുതൽ 21 ദിവസമാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ പറക്കമുറ്റാറാകും. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട റുഡി ടേൺസ്റ്റോൺ അഥവാ കല്ലുരുട്ടിക്കാട എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും ദേശാടകരും സ്ഥിരവാസികളുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.